ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുത്തുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ബാക്കി കണ്ടിട്ടുണ്ടാവില്ല, നമ്മളിവിടെ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് നിൽക്കുന്നത്. നമ്മളിവിടെ നിന്നൊരു സൂപ്പർ യാത്ര പോകണം. സൗത്ത് ഇന്ത്യയിലത്തെ സദേൺ റെയിൽവേയുടെ ആദ്യത്തെ 20 കാർ വന്ദേ ഭാരത്തിൽ കയറി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളൊരു അടിപൊളി യാത്രയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് പുറത്താണ്. സമയം 4:30 കഴിഞ്ഞതേ ഉള്ളൂ. 5:15 നമ്മുടെ ട്രെയിൻ പോവുക. നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു 5 മണിക്കാകുമ്പോഴേക്കും പ്ലാറ്റ്ഫോമിലേക്ക് ഷണ്ട് ചെയ്യുന്നതായിരിക്കുന്നു. നമുക്കത് വേഗം പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. പകൽ വെളിച്ചത്തിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചുള്ള സ്ഥലമാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒരു ചായയൊക്കെ മേടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. റെയിൽവേ ചായ അല്ല, പുറത്തുനിന്നുള്ള ചായയാണ്. ഇതിന് 15 രൂപയാണ് വില. പക്ഷേ റെയിൽവേ ചായക്കാണ് നല്ല ചായയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി 5:15 കൃത്യസമയത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പോകുന്നു ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് പോകണമല്ലോ. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ 2 കിടക്കുന്നത് ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ഇവിടെ നമുക്കുള്ള ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കയറ്റുന്നത്. ഇത് സാധാരണ കോട്ടയമൊക്കെ ആകുമ്പോഴാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്നാൽ കുറച്ചും കൂടി മുന്നോട്ട് കയറി നിൽക്കാം. കാര്യം നമ്മുടെ കോച്ച് 2ാമത്തെ കോച്ചാണ്. C2 നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ അത് കുറച്ച് ഫ്രണ്ടിൽ നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാം. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ റേക്കാണെന്ന് തോന്നുന്നു വരുന്നത്. ഈ റേക്ക് എല്ലാ ദിവസവും രാത്രി കൊച്ചുവേളിയിൽ പോകും. കൊച്ചുവേളിയിൽ അതിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ തീർത്തിട്ടാണ് അടുത്ത ദിവസം തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ട്രിപ്പ് എടുക്കുന്നത്. ആണെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോമിലേക്കാണ് കയറി വരുന്നത്. എന്തായാലും വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ റേക്ക് തന്നെയായിരുന്നു. ഇതിപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് വരുന്ന വഴിയാണ്. സമയം ഇപ്പോൾ 4:47. 5:15 ഇവിടെ പോകേണ്ടത്. അപ്പോൾ അരമണിക്കൂർ മുമ്പായിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരുന്നുണ്ട് അവർ. 20 കോച്ചുള്ള റേക്കാണിപ്പോൾ. ഇപ്പോൾ ഏകദേശം പ്ലാറ്റ്ഫോം മുഴുവൻ അത് ഒക്യുപ്പൈ ചെയ്യും. കാര്യം 22 LHB കോച്ചാണ് പ്ലാറ്റ്ഫോമിൻ്റെ കപ്പാസിറ്റി. ഇവൻ 20 ഉണ്ട്. നിന്നു. നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാം. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ 2 എന്ന് പറയുന്ന അവിടെ തന്നെയാണ് നമ്മുടെ കോച്ച് വരാൻ പോകുന്നത്. നമുക്കിനിയിപ്പോൾ പോയിട്ട് നമ്മുടെ എൻജിൻ കാണൽ ചടങ്ങ് നമ്മൾ ചെയ്യണമല്ലോ. എൻജിനില്ല, എന്നാലും ഡോറ് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അതിന് മാത്രം ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്കൊന്ന് ഉള്ളിൽ നിന്ന് ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്തു. നമ്മുടെ കോച്ച് വരുന്ന സ്ഥലത്ത് തീരെ വെളിച്ചമില്ല. എന്താല്ലേ. മോട്ടോർ കോച്ചാണ് നമ്മുടെ C2 മോട്ടോർ കോച്ചാണ്. ഞാൻ ഇന്നലെ ഇതേ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നത്. ഇന്നലെ വന്നപ്പോൾ ഞാൻ C2 തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ ഇങ്ങനെ എൻഡിൽ അവിടെ വേണാട് കിടക്കുന്ന കാണാം, പ്ലാറ്റ്ഫോം നമ്പർ 5. പിന്നെ ഇപ്പുറത്തായിട്ടൊരു തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് ബോർഡ്. പിന്നെ ഇപ്പുറത്തെ വിജയവാഡയുടെ ഒരു WAP 7 ഉണ്ട്. മിക്കവാറും ഇതായിരിക്കും ജനശതാബ്ദി കൊണ്ടുപോകാം. അപ്പോൾ ഇതാണ് നമുക്കിന്ന് പോകാനുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്. സദേൺ റെയിൽവേയുടെ ആദ്യത്തെ 20 കാർ വന്ദേ ഭാരത് സർവീസാണ് ഈ സർവീസ്. ട്രെയിൻ നമ്പർ 20634 തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇവിടുന്ന് 586 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഏകദേശം 79 km/h ആവറേജ് സ്പീഡുണ്ട്. ഈ വണ്ടിക്ക് തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം, തൃശ്ശൂർ, ഷൊർണൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെയാണ് ഈ വണ്ടിയുടെ സ്റ്റോപ്പുകളുള്ളത്. നമുക്കെന്നാൽ പിന്നെ ഈ ട്രെയിനകത്തേക്ക് നമുക്ക് കയറാം. ഇതിൻ്റെ ലോക്കോ പൈലറ്റുമാരൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. സമയം ഇപ്പോൾ 4:54. നമ്മുടെ കോച്ച് ഇവിടുന്നുള്ള 2ാമത്തെ കോച്ചാണ്. നമുക്കെന്നാൽ പെട്ടെന്ന് നമ്മുടെ കോച്ചിലേക്ക് പോകാം. കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഒന്ന് കാണാം. C2 ആണ് എൻ്റെ കോച്ച്. C2ൽ സീറ്റ് നമ്പർ 4 ആണ് എൻ്റെ. സീറ്റ് നമ്പർ 4 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എൻഡിൽ വരും. നമുക്ക് പാൻട്രി എൻഡിലാണ്, അല്ല ഗാലി എൻഡിലാണ് സീറ്റ് നമ്പർ 4 വരുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് കയറാം. എന്നിട്ട് നമ്മുടെ ഇൻറ്റീരിയേഴ്സൊക്കെ കാണാം. അത്യാവശ്യം യാത്രക്കാരുണ്ടാവും. ഇൻറ്റീരിയേഴ്സ് ഒരുപാടൊന്നും കാണിക്കാൻ പറ്റില്ല. എന്തായാലും കാസർഗോഡ് വരെ പോകുമ്പോൾ നമുക്ക് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ വണ്ടി കാലിയായിരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്. ഇതാണ് വണ്ടിയുടെ ഗാലി. ഇവിടെയാണ് ഹോട്ട് പോട്ടും അതുപോലെ കൂളേഴ്സും ഡീപ്പ് ഫ്രീസറൊക്കെ ഉള്ളത്. ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഇവിടെയാണ്. ഇതാണ് വാട്ടർ ബോയിലർ. ഇതിലാണ് നമുക്ക് ചായ കഴിഞ്ഞുള്ള വെള്ളം കൊണ്ടുവരുന്നത്. കുറച്ച് സ്റ്റോറേജ് ഫെസിലിറ്റീസിൻ്റെ പാൻട്രിക്കാരുടെയാണ്. ഇതാണ് നമ്മുടെ കോച്ച്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് വിൻഡോ സീറ്റാണ് എൻ്റെ സീറ്റ്. റൈറ്റ് സൈഡ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ലെഫ്റ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഒരു റിവ്യൂ നോക്കിയേക്കാം. ഇതാണ് സീറ്റ്.
സീറ്റ് കംഫർട്ടബിൾ ആണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സീറ്റിൽ പതിവുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ട്രേ ടേബിളും മാഗസിൻ പൗച്ചും അതൊക്കെ ഉണ്ട്. ട്രേ ടേബിളുണ്ട്. ഇൻ ജനറൽ കംഫർട്ട് കൊള്ളാം എന്നേ പറയുള്ളൂ. വീതി ഓക്കെയാണ്. സ്റ്റാൻഡേർഡ് വന്ദേ ഭാരത് സീറ്റുണ്ട്. സമയം ഇപ്പോൾ 5:10. നമ്മുടെ സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. അഡ്വാൻസ്ഡ് പച്ചയും സ്റ്റാർട്ടർ മഞ്ഞയും ആയി കഴിഞ്ഞു. 5:15 പോകേണ്ടത്. വെല്ലിൻ അഡ്വാൻസ് ഒരു സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞു. അതായത് കറക്റ്റ് ടൈം ഓൺ ടൈം ഡിപ്പാർച്ചർ ഉറപ്പാണ്. സാധാരണ 5:13 കഴിയുമ്പോൾ ഡോർ അടയും. അപ്പോൾ സമയമുണ്ട്. ഞാൻ എന്തായാലും ഉള്ളിലോട്ട് കയറി നിൽക്കുക, ഇനി പുറത്ത് നിൽക്കുന്നില്ല. എന്നാലും ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് കാണിച്ചേക്കാം. നമ്മുടെ കോച്ചിൽ വലിയ തിരക്കില്ല. കുറച്ച് സീറ്റുകൾ അവിടെ ഇവിടെയൊക്കെ കയറിയുണ്ട്. എനിക്കൊന്ന് കൊല്ലത്തുനിന്നൊക്കെ ആയിരിക്കും ഇനി ആൾ കയറാൻ പോകുന്നത്. സമയം 5:14. പിന്നെ ഡോർ അടഞ്ഞിട്ടില്ല. അപ്പോൾ ഉടനെ അടയുന്ന ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ രാവിലെ കൃത്യം 5:15 നമ്മൾ പുറപ്പെടുകയാണ്. 5:14 ഡോർ അടഞ്ഞു. ഇനിയിപ്പോൾ വണ്ടി വിട്ടാൽ മതി. എന്തായാലും ഒന്നും കാണാൻ വയ്യ. സമയം 5:15 വണ്ടി പുറപ്പെടുകയും ചെയ്തു. വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വാട്ടർ ബോട്ടിൽ വന്നു. 1/2 ലിറ്ററിൻ്റെ റെയിൽ നീർ പതിവ്. ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1 പുറത്തോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. അതുപോലെ പത്രവും വെച്ചിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷ് മലയാളം 2 ഭാഷകൾ പത്രവും കിട്ടും. ഇംഗ്ലീഷ് എന്നല്ല, മലയാളം ഏതോ ലോക്കൽ പത്രമാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ഒരു 5:31 ആകുമ്പോഴേക്കും രാവിലത്തെ ട്രേ വന്നു. മോർണിംഗ് ടീ വന്നു. മോർണിംഗ് ടീക്കകത്തുള്ളത് യൂണിബിക്കിൻ്റെ ഒരു ഓട്സ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റും ഷായോസിൻ്റെ ഇൻസ്റ്റൻറ്റ് ചായ മസാല ചായയാണ്. ഇതാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണിച്ചതെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴേക്കും ചൂടുവെള്ളം വന്നു. ഞാനതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണിക്കണമെന്ന് വിചാരിച്ചത് ഇതാണ്. ഈ ട്രെയിനിന് ഇത് നോക്കിയതിനകത്ത് IRCTCയുടെ ലോഗോ എവിടെയില്ല. കണ്ടോ, IRCTC ലോഗോ ഇതിനകത്ത് എവിടെയില്ല. കാര്യം ഈ വണ്ടിയുടെ പാൻട്രി, ഈ വണ്ടിയുടെ കാറ്ററിങ് IRCTC അല്ല ഹാൻഡിൽ ചെയ്യുന്നത്. പകരം സദേൺ റെയിൽവേ നേരിട്ട് യാത്രി സേവ അനുബന്ധ് YSA എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വഴിയാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് പ്രകാരം സദേൺ റെയിൽവേ നേരിട്ടാണ് കാറ്ററിംഗ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. അവരാണിത് ചെയ്യുന്നത്. അത് കിടക്കുന്ന മെനു കാർഡ് 20631632ൻ്റെയാണ് മെനു കാർഡ് കിടക്കുന്നത്. ഈ വണ്ടിയുടെ അല്ല. ഇൻസ്റ്റൻറ്റ് ചായയുടെ ഒരു ഫാനല്ല ഞാൻ. എന്നിരുന്നാലും നമുക്കതാണ് ഓപ്ഷൻ കിട്ടിയിരിക്കുന്നത്. വർക്കല സ്കിപ്പാണ്. വർക്കല സ്റ്റേഷനിൽ കൂടെ കൊണ്ടിരിക്കുന്നത്. സമയം 5:45, 5:45. 6 മണിക്കാണ് നമ്മൾ കൊല്ലത്തുന്നത്. ഇപ്പം നമ്മളിങ്ങനെ കൊല്ലം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് കയറാണ്. സമയം 6:05. അങ്ങനെ 6:06 കൊല്ലം ജംഗ്ഷനിലെത്തി നമ്മൾ നിന്നു. നമ്മളങ്ങനെ കൊല്ലത്തിൽ നമ്മൾ സ്റ്റാർട്ടർ ഓൾറെഡി ആയി കഴിഞ്ഞു. അത്യാവശ്യം യാത്രക്കാർ കയറാണ്ടായിരുന്നു. ആൾക്കാർ കയറി കഴിഞ്ഞു. ആറ് 8 കൊല്ലം ജംഗ്ഷനിൽ എത്തും.
പ്ലാറ്റ്ഫോം ഇട്ടോണ്ട് ഇരുട്ടായി. അങ്ങനെ നേരം ജസ്റ്റ് വെളുത്ത് വരുന്നു. നമ്മളെ കരുനാഗപ്പള്ളി പാസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളങ്ങനെ കായംകുളം എത്താറായി. കായംകുളത്ത് സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. അപ്പോൾ അതാ കായംകുളം സ്റ്റേഷനിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പുറത്ത് കന്യാകുമാരി പൂനെ എക്സ്പ്രസ് കിടക്കുന്നു. പൂനെ കന്യാകുമാരി ഇപ്പോൾ അത് 39119 മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ് കൊണ്ട് കയറി വരുന്നു. പ്ലാറ്റ്ഫോമിനകത്തൊരു പകുതി ദൂരം എത്തിയപ്പോഴേക്കും നമ്മൾ എന്താ പറയുന്നത്, ഫുൾ സ്പീഡിലൂടെ കയറി തുടങ്ങി. ലൈന് നമ്മൾ കോട്ടയം ലൈൻ വഴി നമ്മൾ പറന്നു തുടങ്ങി. ജില്ലയുടെ മനോഹാരിതയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെങ്ങന്നൂർ വിടുന്നതോടുകൂടി നമ്മൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തും. പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല, തിരുവല്ല നമ്മൾ സ്കിപ്പ് ചെയ്യുള്ളൂ. തിരുവല്ല കഴിഞ്ഞുകൊണ്ട് നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് കയറും. കോട്ടയം ജില്ലയിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് കോട്ടയത്ത് തന്നെയാണ്. കോട്ടയം ജില്ലയിൽ ആകെ ഒരു സ്റ്റോപ്പുള്ളത് കോട്ടയത്താണ്.
നമ്മൾ ജസ്റ്റ് ചെങ്ങന്നൂർ സ്റ്റേഷനിലേക്ക് കയറാറായി. ഈ സ്റ്റോപ്പ് ചെങ്ങന്നൂർ സ്റ്റോപ്പ് ഈ ട്രെയിൻ തുടങ്ങിയ കാലത്ത് ഉണ്ടായിരുന്നില്ല, പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റോപ്പാണ് ചെങ്ങന്നൂർ. നമ്മളങ്ങനെ ചെങ്ങന്നൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ട്, ഒരുപാട് തിരക്കൊന്നുമില്ല, എന്നാലും ആൾക്കാർ കയറാനുണ്ട്. ഇവിടെ പോലും പ്ലാറ്റ്ഫോം നമ്പർ 1 വഞ്ചിനാട് എക്സ്പ്രസ് വരാനുണ്ട്. സമയം ഇപ്പോൾ 6:58. സ്റ്റാർട്ടർ ഇടതുവശത്ത് നിന്ന് കാണാനില്ല. അപ്പോൾ നമ്മളങ്ങനെ ചെങ്ങന്നൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കോട്ടയത്താണ്. നമുക്ക് അതിനിടയ്ക്ക് വേറെ സ്റ്റോപ്പൊന്നുമില്ല. അതിനിടയ്ക്ക് നമ്മൾ 2 മേജർ സ്റ്റേഷനുകൾ നമ്മൾ സ്കിപ്പ് ചെയ്യും, തിരുവല്ലയും ചങ്ങനാശ്ശേരി. ഈ വണ്ടിയുടെ ഇനോഗ്രൽ റണ്ണിന് ഇനി തിരുവല്ലയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതാണ് ആദ്യമായിട്ട് അവസാനമായിട്ട് വന്ദേ ഭാരത് തിരുവല്ല നിർത്തിയത്, പിന്നെ നിർത്തിയിട്ടില്ല. പാടത്തിന് മുകളിലുള്ള മഞ്ഞ് ഉണ്ടാവും. വഞ്ചിനാട് എക്സ്പ്രസ് ആണ് പോകുന്നത്, എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ്. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ നിർത്താണ്ട് തിരുവല്ല സ്റ്റേഷൻ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയായിരുന്നു. നമ്മളങ്ങനെ കോട്ടയം സ്റ്റേഷനിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു.
നമ്മൾ ഏകദേശം ചങ്ങനാശ്ശേരിയൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു 7:17 ആയപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടൊന്ന് സെർവ് ചെയ്തു. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിനകത്തല്ല എന്തൊക്കെയാണെന്നൊക്കെ തുറന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലുള്ളത് ഇഡ്ഡലി, 3 ഇഡ്ഡലി ഉണ്ട്, ഒരു കേസരി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ പതിവ് സാധനം ലോട്ടോ ചോക്കോപ്പായ ഉണ്ട്, ട്രോപ്പിക്കാനായിട്ട് ഒരു ജ്യൂസ് ഉണ്ട്, പിന്നെ ഓഫ് കോഴ്സ് ടിഷ്യൂ പേപ്പറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ IRCTCയുടെ ബ്രാൻഡിങ് ഇല്ല, എല്ലാം YSA ബ്രാൻഡിങ് ആണ്. യാത്രി സേവാനുബന്ധിൻ്റെ ബ്രാൻഡിങ് ആണ് എല്ലാം, സദേൺ റെയിൽവേ നേരിട്ടുള്ള. ഇതിനകത്ത് നോട്ടീസിബിൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, സാമ്പാറുണ്ട് കട്ടിയായി ക്രീം പോലെയും, അങ്ങനെ ചട്നി ഒന്നുമില്ല. സാധാരണ അതിൽ വന്ദേ ഭാരതിൽ നമുക്ക് സാമ്പാറും ചട്നി ഉണ്ടാവാറ്, അങ്ങനെ ചട്നി ഒന്നുമില്ല. ഇഡ്ഡലി മാത്രമുള്ള വടയില്ല. പിന്നെ കേസരി ഒരു ചെറിയ കൊണ്ട്, കേസരി കൊള്ളാം, ഞങ്ങൾ ടേസ്റ്റ് നോക്കിയായിരുന്നു, കേസരി കൊള്ളാം. നമ്മളങ്ങനെ കോട്ടയം സ്റ്റേഷനിലേക്ക് എത്തി. 7:26. അത്യാവശ്യം നല്ല ക്രൗഡ് ഇവിടെ കാണാനുണ്ട്. ഇരുപതുകാർ ട്രെയിനായിട്ട് നമ്മളങ്ങ് ഫ്രണ്ടിൽ വരെ എത്തി. ഏഴര ജസ്റ്റ് കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്നു. ഈ തൊട്ടടുത്താണ് തന്നെ കോട്ടയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡല്ല, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നൊരു സംഭവമില്ല, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണത്. ഇതാണ് മീനച്ചിലാറ്. സ്റ്റേഷനിൽ നിന്ന് കയറിയ എല്ലാ യാത്രക്കാരെയും ഇന്ത്യൻ റെയിൽവേ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പോന്നു. ഏകദേശം പിറവം റോഡ് എത്തിയ വണ്ടി, സ്റ്റോപ്പില്ല, സിഗ്നൽ ആയിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇപ്പോൾ എറണാകുളത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം തൃപ്പൂണിത്തുറ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. എറണാകുളത്തോട്ട് അടുക്കുന്നതിൻ്റെ അർബണൈസേഷൻ നമുക്ക് കാണാം. തൃപ്പൂണിത്തുറ സ്റ്റേഷൻ ബാക്കിൽ
ഫ്രണ്ടിൽ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ കാണാം. ഈ തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ് ആണിത്. ഒരു ആപ്പ് 7 ആയിരുന്നു, അടിപൊളി. അപ്പം നമ്മളിന്ന് ജസ്റ്റ് എറണാകുളത്തേക്ക് അടുക്കുന്നു. ആ റൈറ്റിലോട്ട് പോകുന്നത് ഗുഡ് ഷെഡിലേക്ക് പോകുന്നതാണ്. മാർഷലിംഗ് യാർഡിലേക്ക്, എറണാകുളം മാർഷലിംഗ് യാർഡിലേക്ക് പോകുന്ന ലൈനായിരുന്നു അത്. ഗുരുവായൂർ മധുര എക്സ്പ്രസ് ആണത്. പിന്നെ എറണാകുളം കോച്ചിങ് ഡിപ്പോ. സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. ജസ്റ്റ് എറണാകുളം കോച്ചിങ് ഡിപ്പോൻ്റെ സൈഡിൽ കൂടെ പോകണ്ടിരിക്കുക. ആ കിടക്കുന്ന റേക്കാണ്ട് മംഗളയുടെ റേക്കാന്ന് തോന്നുന്നു. മംഗള ലക്ഷദ്വീപിൻ്റെ റേക്കാണത്. ഇപ്പുറത്തെ ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസിൻ്റെ റേക്ക് കിടക്കുന്നുണ്ട്. അതാണ് പിറ്റ്ലൈനിൽ എറണാകുളം ഓഖ എക്സ്പ്രസിൻ്റെ റേക്ക് കിടക്കുന്നത്. നമ്മൾ ജസ്റ്റ് എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് എത്താൻ പോകുന്നു. നമ്മൾ ക്യാബിനെത്തി, എറണാകുളം വെസ്റ്റ് സി ക്യാബിനെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നേരം പതുക്കെ പോകും. ഇത് എറണാകുളം ജംഗ്ഷൻ ഭാഗത്തോട്ട് പോകുന്ന ലൈനാണിത്. with Indian Railways. സൗത്തിൽ നിന്ന് വന്നിട്ട് നോർത്തിലേക്ക് വന്ന ട്രാക്കാണ്. എറണാകുളം നോർത്തിലെ പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ കൺസ്ട്രക്ഷനാണിത്. ഇത് പുതിയ സ്റ്റേഷൻ കോംപ്ലക്സ് ആണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് എത്തി.
സെറ്റ് ഫുഡ് കയറ്റാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെന്താണോ ലഞ്ചാണോ? Doors are opening. വാതിലുകൾ തുറക്കുന്നു. അപ്പം അങ്ങനെ ഡോറ് തുറന്നു. സമയം ഇപ്പോൾ 8:26. ഓപ്പോസിറ്റ് സൈഡിൽ ഏതോ ഒരു ട്രെയിൻ കയറി വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് പേര് ഇവിടെ ഇറങ്ങാനുണ്ട്. ഇവിടെ 3 മിനിറ്റ് ഹോൾട്ടാണ് ഈ ട്രെയിന്. ഒരുപാട് പേര് ഇറങ്ങാനും അത്രയും തന്നെ ആൾ കയറാനുണ്ട്. ഈ ട്രെയിൻ ഏകദേശം ഇവിടെ കാലിയാവാൻ വീണ്ടും നിറയുകയും ചെയ്യും. അത്രയും ക്രൗഡാണ് എറണാകുളത്തു നിന്ന് ഈ വണ്ടിക്കുള്ളത്. അപ്പുറത്ത് വന്നിരിക്കുന്ന ട്രെയിൻ കൊച്ചുവേളി യോഗനഗരി ഋഷികേശ് എന്നാണ് ബോർഡ്. ഇപ്പോൾ യോഗനഗരി ഋഷികേശിൽ നിന്ന് കൊച്ചുവേളിയിലോട്ട് പോകുന്ന വണ്ടിയാണത്. ആലപ്പുഴ വഴി പോകുന്ന വണ്ടിയാണ്. മെയിൻ ലൈനിൽ തന്നെ നിന്നിരിക്കുന്നത്. അത് മെയിൻ ലൈനിൽ നിൽക്കുകയാണ്. അതിന് അപ്പുറത്ത് കൂടെ ഒരു ട്രെയിൻ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അതേതാണ് നമ്മുടെ സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. ആംബർ കാണാം അവിടെ. നമുക്കിവിടുന്ന് 8:28 നമ്മുടെ ഡിപ്പാർച്ചർ ടൈം. 8:28 ആയി കഴിഞ്ഞു. സമയം 8:29. 1 മിനിറ്റ് ലേറ്റായി. അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ പുറപ്പെടാൻ റെഡി ആയി കഴിഞ്ഞു. 1 മിനിറ്റ് ലേറ്റാണിപ്പോൾ. രാവിലത്തെ ഫുഡ് ട്രേസ് ഒക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അവർ. എനിക്ക് അടുത്ത സെറ്റ് ഇവിടുന്ന് ലോഡ് ചെയ്യുവാനിരുന്നു. ഒരു കാർട്ടിൽ ഫുഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രോബബ്ലി അത് ബാക്കിലത്തെ ഏതെങ്കിലും കോച്ചിൽ കയറ്റിയിട്ടുണ്ടാവും. അവിടെ നിന്നായിരിക്കും സപ്ലൈ ചെയ്യുന്നത്. കാര്യം കണ്ണൂരിന് ശേഷമേ ഒരു ലഞ്ച് സെർവ് ചെയ്യുള്ളൂ. കണ്ണൂരിന് ശേഷം സാധാരണ ഇതിൽ തിരക്ക് വളരെ കുറവാണ് ഈ വണ്ടിയിൽ. 8:30 നമ്മൾ എടുക്കുമ്പോൾ. എറണാകുളം ടൗൺ സ്റ്റേഷനിൽ അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. ഇപ്പുറത്ത് യോഗനഗരി ഋഷികേശ് കിടക്കുന്നുണ്ട്. അപ്പുറത്ത് കൂടെ പോയി വണ്ടി അതൊന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ അത് ഇതാണ് നമ്മുടെ യശ്വന്ത്പൂർ തിരുവനന്തപുരം നോർത്ത് ഗരീബ് രഥ് എക്സ്പ്രസ് ആയിരുന്നു അത്. അപ്പം നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറാൻ പോവാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ്. തൃശ്ശൂർ വരെ നമുക്ക് നല്ലൊരു റൺ കിട്ടുമായിരിക്കും. തൃശ്ശൂർ എത്തുന്നതിന് മുമ്പാണോ തൃശ്ശൂർ കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല. ഒരു റൗണ്ട് കൂടി ടീ സർവീസ് ഉണ്ടാവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലൂടെ ചായ തന്നില്ലായിരുന്നു. അത് പിന്നീട് തരുന്നതായിരുന്നു അനൗൺസ് ചെയ്തത്. അങ്ങനെ നമ്മൾ എടപ്പള്ളിയിലെത്തി. അമൃത ക്യാമ്പസ് എത്തി. നമ്മൾ ജസ്റ്റ് ആലുവയിൽ കൂടെയുള്ള റൺ ത്രൂ ആണ്. പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിലാണ്. ഇന്ന് ശിവരാത്രി ദിവസമാണ്. നമ്മൾ മുന്നിൽ പോയിട്ട് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ പെരിയാർ നദി പാസ് ചെയ്യുന്ന സമയത്ത് ആലുവ മണപ്പുറത്ത് തിരക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ദൂരെ കാണാൻ ആലുവ മണപ്പുറം. അവിടെ തിരക്ക് കാണാൻ പറ്റുന്നുണ്ടാവും.
തൃശ്ശൂരിലേക്ക് എത്തണം. ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തതിന് നന്ദി. आपका धन्यवाद. തിരുവനന്തപുരം തുറക്കുന്നു. दरवाजे खुल रहे हैं. Doors are opening. നമ്മൾ 9:29 തൃശ്ശൂർ എത്തിയായിരുന്നു. 1 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂൾ നമ്മൾ തൃശ്ശൂർ എത്തി. ഇവിടെ 9:33 ഇവിടെ 3 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. എറണാകുളത്തും തൃശ്ശൂർ മാത്രമാണ് 3 മിനിറ്റ് ഹോൾട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും 2 മിനിറ്റാണ്. അങ്ങനെ 9:33 കൃത്യമായിട്ട് പുറപ്പെട്ടു. ഇത് നമ്മുടെ ഗുരുവായൂർ ലൈൻ ഒരു പാസഞ്ചർ ട്രെയിൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് മുളകുന്നത്തെ കാവ് സ്റ്റേഷൻ എത്തുന്നു. ഏറനാട് എക്സ്പ്രസ് ആണ് ഇവിടെ വെച്ച് ഓട്ടയ്ക്ക് ഇറങ്ങും. ഉത്രാളിക്കാവാണ്, ഉത്രാളിക്കാവ് പൂരം. അകമല ഏരിയയിലാണിപ്പോൾ. അല്പം മുമ്പ് കഴിഞ്ഞിരുന്നു അകമല അമ്പലം. അകമല ഗാർഡ് സെക്ഷനിലാണ്. ഈ അകമല ഗാർഡ് സെക്ഷൻ കഴിഞ്ഞ് അതിന് താമസിച്ച് നമ്മൾ പാലക്കാട് ഡിവിഷനിലേക്ക് കയറും. അങ്ങനെ തിരുവനന്തപുരം ഡിവിഷനിലെ അവസാനത്തെ സ്റ്റേഷനായ വള്ളത്തോൾ നഗറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ അല്പം മുമ്പായിട്ട് നമ്മൾ ഭാരതപ്പുഴ പാലം കടന്ന് പാലക്കാട് ഡിവിഷനിലേക്ക് കയറും. പിന്നെ അങ്ങോട്ട് 110 kmph ടെറിട്ടറിയാണ്. ഇത്രയും നേരം നമ്മൾ 80 kmph ടെറിട്ടറിയിലായിരുന്നു. 90-80 ആയിരുന്നു നമ്മൾ. അല്പം മുന്നിലായിട്ട് നമ്മൾ 110 ടെറിട്ടറിയിലേക്ക് കയറും. ഇവിടെയൊക്കെ
സൈഡും കാടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ സെക്കൻഡ് ബ്രിഡ്ജ് വർക്കിൻ്റെ വല്ലതും ആണോ അറിയില്ല. തേർഡ് ബ്രിഡ്ജ് സോറി. ഇതാണ് ഭാരതപ്പുഴ പാലം. അത്യാവശ്യം സ്പീഡിലാണ് പാലത്തിലേക്ക് ഇന്ന് കയറിയത്. 66 km/h സ്പീഡുണ്ട്. ഒരു പ്രാവശ്യം താഴെ വന്ന് നമുക്ക് വന്ദേ ഭാരത് ഒന്ന് കാണണം അല്ലേ? പുതിയ ഓറഞ്ച് കളർ കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. അപ്പം നമ്മൾ ജസ്റ്റ് ബി ക്യാബിൻ കടന്ന് ടുവേർഡ്സ് ഷൊർണൂർ എൻ്റർ ചെയ്യാൻ പോകുന്നു. അങ്ങ് ദൂരെ ഏതൊരു റേക്കിൽ ഷണ്ടിങ് കാണാൻ പറ്റും. ഏതോ പാസഞ്ചർ ട്രെയിനിൻ്റെ റേക്കാം. മിക്കവാറും നിലമ്പൂർ പാസഞ്ചറിന് വല്ല റേക്കായിരിക്കും, ഷണ്ടിങ് ആയിരിക്കും. പിറ്റ് ലൈനിലേക്ക് കൊണ്ടുപോകാനുള്ള ഷണ്ടിങ് ആവാൻ സാധ്യത. കാരണം ഈ വളവിലുണ്ടായിരുന്ന മരങ്ങളൊക്കെ ക്ലിയർ ചെയ്തവർ, മരങ്ങളുണ്ടായിരുന്ന എല്ലാം ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ലാൻഡ് റെഡിയാക്കുന്നുണ്ട് ഈ സെക്ഷൻ ഡബിളിങ്ങിന് വേണ്ടി. ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തതിന് നന്ദി. നമ്മുടെ വലിയ റേക്ക് ഇപ്പോഴും വളവ് തിരിയുന്നേ ഉള്ളൂ. ഇവിടെ എറണാകുളത്തിൻ്റെ ഒരു 12253 WDG4 കിടക്കുന്നുണ്ട് ERSXൻ്റെ. എറണാകുളം ഷെഡ് ഏറെക്കുറെ കാര്യം തീരുമാനമാവാറായിട്ടുണ്ട്. എറണാകുളം ഷെഡിൻ്റെ കാര്യത്തിൽ അവിടെ പ്ലാറ്റ്ഫോം എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഷെഡ് ക്ലോസ് ചെയ്യുമെന്നാണ് പൊതുവെ കേൾക്കുന്നത്. നമ്മളെനിക്കൊന്ന് പ്ലാറ്റ്ഫോം 5-ലേക്കാണെന്ന് തോന്നുന്നു പോകുന്നത് കണ്ടിട്ട്. ട്വിൻ വാഗണൈൻസ് വിശാഖപട്ടണത്തിൻ്റെ BCN റേക്കാണ്. അല്ല, നമ്മൾ പ്ലാറ്റ്ഫോം 7-ലേക്കാണ് കയറുന്നത്. സോറി 6-ലേക്കാണ് കയറുന്നത്. പ്ലാറ്റ്ഫോം 5-ലായിട്ട് നേത്രാവതി എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. ബിഫോർ ടൈമാണത്. സമയം 10:06. നമ്മളൊരല്പം ലേറ്റാണ്, ഏകദേശം ഒരു 4 മിനിറ്റോളം ലേറ്റാണ് ഇപ്പോൾ. അത്യാവശ്യം ആൾ കയറാനുണ്ട്. 10:08 നിർത്തിയത്. അപ്പോൾ നമ്മൾ 10:08 പറയുമ്പോൾ 6 മിനിറ്റ് ലേറ്റാണ്. സമയം 10:12. ഷൊർണൂരിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി തുടങ്ങി. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ നല്ല വാടകയൊക്കെ ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നല്ല വാടക മേടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തീരെ ലൈറ്റായിരുന്നു. നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങായി. ഇന്ന് മറ്റേ ഓപ്പോസിറ്റ് വന്ദേ ഭാരത്, മാംഗ്ലൂർ ട്രിവാൻഡ്രം വന്ദേ ഭാരത് ഇന്നില്ല. ഇന്ന് ബുധനാഴ്ചയാണ്, അതിൻ്റെ മെയിൻ്റനൻസ് ഡേ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഷൊർണൂരിന് തൊട്ട് ഔട്ടറിൽ വെച്ച് അതിനെ ക്രോസ് ചെയ്തേനെ, ഷൊർണൂർ സ്റ്റേഷനിൽ വെച്ച് അതിനെ ക്രോസ് ചെയ്തേനെ. ആ കാണുന്ന ഓടിട്ട കെട്ടിടമാണ് ഇവിടുത്തെ റണ്ണിങ് റൂം. ഇങ്ങനെ പഴയ സ്റ്റീം കാലത്തെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നത്. കാര്യം പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതൊരു മേജർ റെയിൽവേ ജംഗ്ഷനായിരുന്നു. ഇവിടെ വാട്ടറിങ് ഫെസിലിറ്റിയും ഈ കാണുന്ന ഷെഡ് പണ്ടൊരു സ്റ്റീം ലോക്കോ ഷെഡായിരുന്നു. ആ ഫെസിലിറ്റി പിന്നീട് റീപ്ലേസ് ചെയ്ത് കോച്ച് മെയിൻ്റനൻസ് ഷെഡാവുകയാണ് ചെയ്തത്. ആ കോച്ച് കിടക്കുന്ന ലൈനാണ് ഷൊർണൂരിലെ പിറ്റ് ലൈന്. ഇവിടെയാണ് പാസഞ്ചർ ട്രെയിനുകളുടെ മെയിൻ്റനൻസ് നടക്കുന്നത്. ഇവിടെ വാഷിംഗ് ഒക്കെ നടക്കുന്നതാണ്. എല്ലാ ദിവസവും ഒരു റേക്ക് ഇവിടെ മോർണിംഗ് ഷിഫ്റ്റിലും ഒരു റേക്ക് ഈവനിങ് ഷിഫ്റ്റിലും ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷൊർണൂരിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. അവിടെ ഒരു കുളവും പഴയ തറവാടും ഉണ്ട്. തറവാടിൻ്റെ കുളപ്പരയാണ് കാണുന്നത്. യെസ്, നമ്മൾ ലൂപ്പ് ലൈൻ പാസ് ചെയ്തു.
ട്രാക്ഷൻ അപ്ലൈ തുടങ്ങി. അതാണ് ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് കയറിയ എല്ലാ യാത്രക്കാരെയും ഇന്ത്യൻ റെയിൽവേ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ स्टेशन से आने वाले सभी यात्रियों का स्वागत करती है. ഭാരതപ്പുഴ ഇൻ ഇറ്റ്സ് ഫുൾ ഗ്ലോറി എന്നാണ് പറയുന്നത്. അത്യാവശ്യം വെള്ളമുണ്ട്. ഭാരതപ്പുഴയാണ് ദൂരെ കാണുന്നത്. നമ്മളിപ്പോൾ ഏകദേശം കുറ്റിപ്പുറം എത്താറായിട്ടുണ്ട്. കുറ്റിപ്പുറം വരെ നമ്മൾ ഭാരതപ്പുഴയ്ക്ക് പാരലായിട്ടാണ് പോകുക. ചോദിച്ചതുകൊണ്ട് മാത്രം ചായ കൊണ്ടുവന്നു തന്നു. ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഒരു ചായ ഉള്ളതാണ്. അത് ചോദിച്ചുകൊണ്ട് മാത്രം ഇപ്പോൾ കൊണ്ടുവന്നു തന്നുവാൻ, അല്ലെങ്കിൽ അത് കിട്ടില്ലായിരുന്നു. അയ്യോ മിസ്സായി. തിരൂർ വഴിയുള്ള റൺ ത്രൂ ആയിരുന്നു അത്. എടുക്കണം എന്ന് ചോദിച്ചാൽ മിസ്സായി. പോട്ടെ. ഇത് കല്ലായിലെ എക്സ്റ്റെൻഡഡ് ഗുഡ്സ് യാർഡാണ്. ഈ കാണുന്ന കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ വർഷമായിരുന്നു ചെയ്തത്. അങ്ങനെ നമ്മൾ കോഴിക്കോടിലേക്ക് കയറിയിരിക്കുന്ന സമയം 11:20. ഇവിടെ നമുക്കൊരു ക്രൂ ചേഞ്ച് ഉണ്ട്. ഇവിടുന്ന് ഫ്രഷ് ക്രൂ ആണ് വണ്ടീനെ കാസർഗോഡേക്ക് കൊണ്ടുപോകാം. ഇവിടെ മാറാനുള്ള ക്രൂ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ 10:21 ആയപ്പോഴേക്കും കോഴിക്കോട് എത്തിയായിരുന്നു. നമ്മുടെ സ്റ്റാർട്ടർ ഇപ്പം റെഡാണ്. അവിടെ ഫ്രണ്ടിൽ നിന്ന് പോലീസുകാർ വന്ന് എന്തോ സീനുണ്ടല്ലോ. പോലീസുകാർ വന്ന് എന്തോ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലോ. ഹാൻഡിക്യാപ്ഡ് പാസഞ്ചർ ആരോ ആണ്. അവിടെ വരെ മറ്റേ സ്ലോപ്പ് ഉപയോഗിച്ച് ആളെ ഇറക്കുകയാണ്. അടുത്തോട്ട് പോകുന്നില്ല, കാര്യം അറിയാമല്ലോ, സിഗ്നൽ ആയി കഴിഞ്ഞു.
ഞാൻ അതുകൊണ്ടാണ് അടുത്തോട്ട് പോകാത്തത്. നിലം ഫുൾ ഇറക്കി കഴിഞ്ഞാൽ റാമ്പൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി പോവുള്ളൂ, നിലം വേണ്ട. നമ്മുടെ സ്റ്റാർട്ട് ഡ്രൈവ് വാതിലുകൾ അടയുന്നു എന്ന് അനൗൺസ്മെൻറ്റ് വന്നു. നമ്മളിപ്പോൾ ഉടനെ പുറപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുവരെ ലൈറ്റ് കത്തി തുടങ്ങിയിട്ടില്ല, ദർവാസ ബന്ധമൊന്നായിട്ട്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ക്രൂ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തു നിന്ന് എടുത്ത ക്രൂ ആണ്. അവർ കോഴിക്കോട് വരെ വർക്ക് ചെയ്യും. കോഴിക്കോട് നിന്ന് കയറുന്ന ഫ്രഷ് ക്രൂ കാസർഗോട്ടേക്ക് പോകും. അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ഒരു ക്രൂ ലിങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ 5:20 ട്രിവാൻഡ്രത്തു നിന്ന് പുറപ്പെടുന്ന ട്രെയിന് ഇവിടെ 11:20 എത്തുന്നത് വരെ. അപ്പോൾ 6 മണിക്കൂറിൻ്റെതാണ്. സിംഗിൾ ഡ്യൂട്ടിയാണ് അവരുടെ. അപ്പം അങ്ങനെ ഡോർ അടഞ്ഞു. സമയം 11:25. നമ്മളൊരു ഇത്തിരി ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് ലേറ്റ് എല്ലാം തോന്നുന്നു. 11:25 നമ്മളെടുത്തു. നമ്മൾ ഏകദേശം 20 മിനിറ്റ് ലേറ്റാണ്. അത്യാവശ്യം ലേറ്റ് തന്നെയാണ്. 20 മിനിറ്റിനടുത്ത് ലേറ്റ് ഉണ്ട്. നമ്മൾ പക്ഷേ ഇവിടെ ഏകദേശം ഒരു 5 മിനിറ്റോടെ കിടന്നു ആളെ ഇറക്കാനും മറ്റുമായിട്ട്. അപ്പോൾ 5 മിനിറ്റ്സ് നമുക്ക് ടൈം ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോഴിക്കോട് നമ്മൾ പുറപ്പെട്ടു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ്. കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡാണ്. 1:30 കണ്ട് നമ്മൾ കാസർഗോഡ് എത്തും. വെസ്റ്റ് ഹിൽ സ്റ്റേഷനാണ്. ഒരു വാപ്പ് 5 ഹോൾഡ് ട്രെയിനാണ് ഓപ്പോസിറ്റ് ട്രെയിനിൽ. ഞാൻ കണ്ടപ്പോൾ LTT കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എന്നാണ് കണ്ടത്. പക്ഷേ ഇനി വാപ്പ് 5 അങ്ങനെ കിട്ടിയെന്ന് അത് ഒരു പിടിയും കിട്ടും. അപ്പോൾ അങ്ങനെ വെസ്റ്റ് ഹിൽ കഴിഞ്ഞു. നമുക്ക് ഇനി അധികം ക്രോസിങ്സ് ഒന്നുമില്ല. എല്ലാം ക്രോസിങ്സ് പിടിക്കാൻ പറ്റുന്നില്ല, ലെഫ്റ്റ് സൈഡിലെ സീറ്റ് ആയതുകൊണ്ട്. പിന്നെ തൊട്ടടുത്തിരിക്കുന്നൊരു ലേഡി പാസഞ്ചറാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം എൻറ്റ് വരിക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കണ്ണൂർ കഴിയുമ്പോൾ വണ്ടി കാലിയോ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീറ്റ് മാറിയിരിക്കാം. പിന്നെ കണ്ണൂർ മുതൽ അങ്ങോട്ടുള്ള പറ്റുകയാണെങ്കിൽ ക്രോസിങ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാം. പക്ഷേ നമ്മൾ ഏകദേശം ബ്ലോക്ക് ടൈമിൽ കൂടെയാണ് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വലുതായിട്ട് ക്രോസിങ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്താണ് കണ്ടോ 108, 109 ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചേമഞ്ചേരി എത്തിക്കഴിഞ്ഞു. നമുക്കിനി എനിക്കൊന്ന് 70 കിലോമീറ്റർ അടുത്തുണ്ട് കണ്ണൂരെത്താൻ. 70 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 110 പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു 50 മിനിറ്റാണ് കൊണ്ട് ഓടിയെത്തുന്നത്. നമ്മൾ 12:03 കണ്ണൂർ എത്തുന്നത്. ശരിക്കും ഈ വണ്ടിക്ക് ഷെഡ്യൂൾഡായിട്ട് കോഴിക്കോട് ടു കണ്ണൂർ കൊടുത്തിരിക്കുന്നത് 58 മിനിറ്റാണ്. പക്ഷേ ഇന്നിപ്പോൾ 20 മിനിറ്റ് ലേറ്റാണ്. അതുകൊണ്ട് എത്രത്തോളം ടൈം മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് കണ്ടറിയണം നമുക്ക്. ഈ വണ്ടിയുടെ ഫെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം ടു കാസർഗോഡ് 1590 റുപ്പീസാണ് ടിക്കറ്റ്. അതിനകത്ത് 379 റുപ്പീസ് കാറ്ററിംഗ് ചാർജസ് ആണ്. ഇത് ചേക്കാറിന്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ 2880 രൂപ. അതിൽ 434 രൂപ കാറ്ററിംഗ് ചാർജാണ് വരിക. മറ്റേ വണ്ടി അതായത് വൈകുന്നേരം പോകുന്ന വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ 1515 റുപ്പീസേ ഉള്ളൂ. കുറച്ച് കാശ് കുറവുണ്ട്. വടകര സ്കിപ്പാണ് കാണുന്നത്. ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോമിൽ മറ്റേ കോച്ച് പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. കേരളത്തിൽ ഒരു കാലത്ത് ഇത് സദേൺ റെയിൽവേ ഫിറ്റ് ചെയ്യേണ്ടിയിരിക്കുകയായിരുന്നു. അതായത് സ്പോൺസർഷിപ്പ് കിട്ടിയാൽ മാത്രമേ ഫിറ്റ് ചെയ്യുള്ളൂ എന്ന് സദേൺ റെയിൽവേ വാശി പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു അമൃത് ഭാരത് സ്കീം വന്നപ്പോൾ എല്ലാ സ്റ്റേഷനുകളിലും അത് വന്നു. അതൊരു ബേസിക് കമ്മ്യൂണിറ്റിയാണ്. അതിന് സ്പോൺസർഷിപ്പ് നോക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ വടകര കഴിഞ്ഞു. മാഹി സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. മാഹി സ്റ്റേഷൻ എന്ന് പറയുന്നത് പുതുച്ചേരി യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായ മാഹിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റേഷനാണ്. പക്ഷേ ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പുതുച്ചേരിയിലല്ല. ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലാണ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ റെയിൽവേ ലൈൻ ഒരു വളരെ ചെറിയ ഭാഗം പുതുച്ചേരി വഴി പോകുന്നുണ്ട്.
അപ്പോൾ ഇതാണ് മയ്യഴിപ്പുഴ. തലശ്ശേരി എത്തി. തലശ്ശേരി 12:15 സമയം. നല്ല ലൈറ്റാണ്. സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. നമ്മുടെ മെയിൻ ലൈനിലാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. दरवाजे खुल रहे हैं। Doors are opening. പ്രസൻറ്റ് സ്റ്റേഷൻ കണ്ണൂർ, അടുത്ത സ്റ്റേഷൻ കാസർഗോഡ്. 86 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ കോച്ച് ഇവിടെ വെച്ച് ഏറെക്കുറെ കാലിയായി. കുറച്ച് പേരും കൂടി ഉണ്ട് ഇനി കാസർഗോട്ടേക്ക്. എത്ര ഉള്ളൂ, വണ്ടി ഏറെക്കുറെ കാലിയായി. തൊട്ടിപ്പുറത്തായിട്ടൊരു വാപ്പ് 4 കിടക്കുന്നുണ്ട്. 22890 അരക്കോണത്തിൻ്റെ. ഇത് കണ്ണൂർ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് ആയിരുന്നു. ഇതിന് കുറച്ച് നേരം കഴിഞ്ഞാൽ കണ്ണൂർ ഷൊർണൂർ പാസഞ്ചറാണ്. കണ്ണൂർ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് വ്യത്യാസം കണ്ടോ? നല്ല വ്യത്യാസമുണ്ട് ഹൈറ്റിന്. നമ്മൾ ചാടണം ട്രെയിനിൽ. നമ്മൾ മിക്കവാറും ഇപ്പോൾ പുറപ്പെടുകയുണ്ടാവും. നമ്മൾ 12:29 ഇവിടെ എത്തി. 20 മിനിറ്റ് 25 മിനിറ്റിനടുത്ത് ലേറ്റാണ്. ഇനി ഇതിൽ അടുത്ത 85 കിലോമീറ്റർ ഓടുന്നതിൽ എത്രത്തോളം മേക്കപ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വാതിലുകൾ അടയുന്നു എന്ന് അനൗൺസ്മെൻറ്റ് വന്നു, പക്ഷേ ഇതുവരെ ലൈറ്റ് എത്തി തുടങ്ങിയില്ല. ഫൈനലി അങ്ങനെ നമ്മുടെ പെനൽറ്റിമേറ്റ് സ്റ്റേഷൻ പുറപ്പെടാൻ ഡോർ അടഞ്ഞു. സമയം 12:31. നമ്മളങ്ങനെ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുകയായി. Doors are closing. ഹായ്, നല്ല ഫുഡിന് മണം. നമ്മുടെ ലഞ്ച് ഇപ്പോൾ ഉടനെ സെർവ് ചെയ്തവർ. ഇതായിരുന്നു കണ്ണൂർ സ്റ്റേഷൻ. അവിടെ കിടക്കുന്ന കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൻ്റെ റേക്കായിരുന്നു. അകത്തായിട്ട് ആലപ്പുഴ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റിയുടെ, അതുപോലെ മാംഗ്ലൂർ വഴിയുള്ള കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ്സിൻ്റെയും റേക്ക് ഉണ്ടാവും. പിന്നെ അല്പം മുമ്പ് ഇന്ന് നേരത്തെ വന്ന എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റിയുടെ റേക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി പോകുന്ന റേക്കും അതിനകത്തുണ്ടാവും. ഇവിടെ അങ്ങേയറ്റത്ത് കാണുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഷണ്ടിങ് ലൈനാണ്. അവിടെ ഒരു ലോക്ക് കൊടുക്കുന്നത് 2254. അത് മിക്കവാറും ഇന്നത്തെ എറണാകുളം ഇൻ്റർസിറ്റി കൊണ്ടുവന്ന ലോക്കോ ആയിരിക്കണം. ഇത് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സിനുള്ള സാധനമാണ്. നമുക്കിതൊക്കെയാണ് വൈകുന്നേരം കിട്ടുന്നത്. ഫുഡ് ഇപ്പം ഉടനെ കൊണ്ടുവന്നിരാം. ഫുഡ് കൊടുത്തു തുടങ്ങി. ഈ കണ്ണൂർ മുതൽ കാസർഗോഡേക്ക് സാധാരണ ഇതിൽ 110 ഫ്ലാറ്റ് ഔട്ടായിട്ട് പോകാറുണ്ട് ട്രെയിനുകൾ. കാര്യം നല്ല ട്രാക്കാണ്, നല്ല സെക്ഷനാണിത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് തുറന്ന് നോക്കാം. മിൽമയുടെ തൈരും ചപ്പാത്തിയും സെറ്റാണ്. ഇത് എറണാകുളത്ത് നിന്ന് ലോഡ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എറണാകുളത്ത് നിന്ന് ഈ സാധനം കയറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് വളപട്ടണം സ്റ്റേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്, അതിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് ഇതൊക്കെയാണ്. ഫുഡിനകത്ത് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. അപ്പോൾ നമുക്കിവിടെ ലഞ്ച് ഡിന്നർ കിറ്റിൻ്റെ മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ IRCTCയുടെ ലോഗോ ഇല്ല. ഇത് ഇന്ത്യൻ റെയിൽവേസ് എന്നും YSA എന്നും മാത്രമേ ഉള്ളൂ. യാത്രി സേവ അനുബന്ധ് എന്ന് പറയുന്ന സദേൺ റെയിൽവേയുടെ ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ലോഗോ മാത്രമേ ഉള്ളൂ. IRCTCയുടെ ലോഗോ ഇല്ല. കാര്യം ഇതിന് IRCTCയുടെ ബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലഞ്ച് മെനു നോക്കിക്കഴിഞ്ഞാൽ പതിവ് പോലെ ഒരു പനീർ കറിയാണത്. പക്ഷേ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പനീർ കറിയാണ്. പിന്നെ ചോറുണ്ട്. പിന്നെ ദാളാണെന്ന് തോന്നുന്നു. ദാളാണ്, ചീര പോലെ എന്തോ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ 2 നല്ല തടിയൻ ചപ്പാത്തികളുണ്ട്. ഇത് എറണാകുളത്ത് നിന്ന് ലോഡ് ചെയ്ത ഫുഡാണ്. അപ്പോൾ ഹീറ്ററിൽ വെച്ചിട്ടായിരുന്ന ഫുഡാണിത്. ജസ്റ്റ് വളപട്ടണം പുഴ കിടക്കുന്നു. ഈ റൂട്ടിൽ വേണത് വൈഡസ്റ്റ് റിവേഴ്സിലൊന്നാണ് വളപട്ടണം പുഴ. Indian Railways welcomes you on board the Vande Bharat service from Thiruvananthapuram Central to Kasaragod. ആ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉള്ളതിനാണ് വണ്ടി പതുക്കെ പോകുന്നത്. അല്ലെങ്കിൽ ഈ പാലത്തിന് മുകളിൽ 100 kmph 110 kmph അങ്ങോട്ട് പെർമിറ്റഡ് ആണ്. നമ്മൾ വളപട്ടണം സ്റ്റേഷനിലെ സ്പീഡ് റെസ്ട്രിക്ഷൻ കാരണമാണ് ഈ പതുക്കെ പോകുന്നത്. ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞ ടേസ്റ്റ് മനസ്സിലാവുന്നില്ല. ഇഞ്ചിയുണ്ട്, തക്കാളിയുണ്ട്, മസാലകളുണ്ട്. എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ടേസ്റ്റ് കൊണ്ട് ശരിക്കും പിടികിട്ടുന്നില്ല എന്താണുള്ളത്. ബാക്കിയും കഴിച്ചു നോക്കിയിട്ട് പറയാൻ ദാള് ചെറുതായിട്ട് കരിഞ്ഞ് അടുക്കി പിടിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ഫുഡ് ജനറലി ഫുഡ് ഇത്തിരി ശോകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. ഇത് കണ്ടിട്ട് വലിയ ഗുണമുള്ള പോലെ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ മെൻഷൻ ചെയ്യാം. കുറച്ച് ദൂരം നമ്മൾ പതുക്കെ ഓടി. എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ കുറേ ട്രാക്ക് മെയിൻ്റനൻസ് വർക്ക് ഉണ്ടാകുന്നു തോന്നുന്നു. ഇപ്പോൾ നമ്മൾ 109 പിടിച്ച് പോകാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് കണ്ണപുരം കഴിഞ്ഞു തോന്നുന്നു. ഒരുപാട് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പോൾ തന്നെ സമയം 1 12:59. അപ്പോൾ എന്തായാലും 1:20 നമ്മൾ കാസർഗോഡ് എത്തില്ല. പയ്യന്നൂരെത്തി. ഇങ്ങനെയുള്ള 1:20 നമ്മൾ എന്തായാലും കാസർഗോഡ് എത്തില്ല. എനിക്ക് തോന്നുന്നൊരു 1:30 ചെല്ലുമായിരിക്കും. ഇവിടെ അമൃത് ഭാരത് വർക്ക് നടക്കുന്നുണ്ട്. സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് പൊളിക്കുകയാണ്. പൊളിക്കുകയല്ല, റെനോവേറ്റ് ചെയ്ത പണിയാണ്. ഇതൊക്കെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. പയ്യന്നൂർ വിടുന്നതോടുകൂടി നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലേക്ക് കയറും. പയ്യന്നൂർ കഴിഞ്ഞുകൊണ്ടൊരു ചെറിയ പുഴയുണ്ട്, അതാണ് ബോർഡർ. അത് കടന്നുകൊണ്ട് നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് കയറും.
ഇതാണ് ബോർഡർ. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള അവസാനത്തെ ജില്ലയായ കാസർഗോഡ് ജില്ലയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഐസ്ക്രീം വന്നു. മിൽമയുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. ഇതാദ്യം സെർവ് ചെയ്തില്ലായിരുന്നു. ഇന്ന് ഐസ്ക്രീമും സ്വീറ്റൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞ് കയറ്റിയിട്ടില്ലെന്ന്. പിന്നെ അവന് തോന്നിക്കാണും മേ ബി കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇല്ല സാർ, ഈ കോച്ചിൽ കയറിയിട്ടില്ല, വേറെ കോച്ചിലുണ്ടാവും, ഞാൻ വേണമെങ്കിൽ പോയി എടുത്തുകൊണ്ട് വരാം. എന്നാൽ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പോയി കൊണ്ടുവന്നത്. ഇപ്പോൾ എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മുക്കാനുള്ള പരിപാടിയായിരുന്നു. ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ് മിൽമയുടെ ഇന്നലെ കിട്ടിയ അതേ സാധനം. അപ്പോൾ മിൽമയുടെ ഐസ്ക്രീം അതും ബട്ടർ സ്കോച്ച് അടിപൊളി. അപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാട് എത്തി. ഇനിയിപ്പോൾ അധികം ദൂരമില്ല നമുക്ക് കാസർഗോഡേക്ക്. ജസ്റ്റ് ബേക്കൽ എത്തുന്നു. ആ കാണുന്നതാണ് ബേക്കൽ ഫോർട്ടിന് സൈഡിലെ ബീച്ച്. ബേക്കൽ ഫോർട്ട് ബീച്ച് എന്ന് അറിയപ്പെടും, പള്ളിക്കര ബീച്ച് എന്നും അറിയപ്പെടും. അവിടെ കുറേ ഇതൊക്കെ ഉണ്ട്, ഗെയിംസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണാം. നമുക്ക് ബേക്കൽ ഫോർട്ട് ഇവിടുന്ന് കാണാൻ പറ്റില്ല. ബേക്കൽ ഫോർട്ട് ട്രെയിനിൽ നിന്ന് വിസിബിൾ അല്ല. ബേക്കൽ ഫോർട്ട് കുറച്ച് ഉള്ളിലേക്കാണ്. ഇപ്പോൾ തിരുവനന്തപുരം മംഗലാപുരം സെക്ഷനിൽ മെയിൻ ലൈനിൽ ഉള്ള ഏക ടണലാണ് ഇപ്പോൾ നമ്മൾ കടന്നത്, കളനാട് ടണൽ. ഇത് കഴിഞ്ഞോണം കളനാട് സ്റ്റേഷനാണ്. കളനാട് സ്റ്റേഷൻ കഴിഞ്ഞോണം നമ്മൾ ചന്ദ്രഗിരി പുഴയെ കടക്കും. ആണ് ചന്ദ്രഗിരി പുഴ. പുഴ ഇവിടെ കടലിലേക്ക് ചേരുന്ന സ്ഥലമാണ്. ദൂരെ നിങ്ങൾക്ക് കടൽ കാണാം. റെയിൽവേയിൽ യാത്ര ചെയ്തതിന് നന്ദി. സമയം 1:32. ജസ്റ്റ് കാസർഗോഡ് സ്റ്റേഷനിലേക്ക് കയറി.
കാസർഗോഡ് സ്റ്റേഷനിലെ വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമായ പ്ലാറ്റ്ഫോം 3യിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. दरवाजे खुल रहे हैं. Doors are opening. അങ്ങനെ സമയം 1:34 നമ്മൾ കാസർഗോഡ് എത്തിയിരിക്കുന്നു. നമുക്ക് അപ്പുറത്തെ ഡോർ വഴി ഇറങ്ങാം. നമുക്ക് എന്നിട്ടൊന്ന് ഫ്രണ്ടിൽ പോയിട്ട് നമ്മുടെ സൈൻ ഔട്ട് എടുക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ യാത്ര ചെയ്ത C2 കോച്ച്. ഈ കോച്ചിൻ്റെ ബിൽഡേഴ്സ് പ്ലേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചേ ഇല്ലായിരുന്നു, സത്യം പറഞ്ഞാൽ വിട്ടുപോയി. അപ്പോൾ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ജൂൺ 2024 പണിത കോച്ചാണ് 242613. അപ്പോൾ നമുക്ക് കാസർഗോഡ് സ്റ്റേഷനിലേക്ക് ഇറങ്ങിയേക്കാം. അങ്ങനെ കാസർഗോഡ് സപ്തഭാഷാ സംഗമ ഭൂമിയിലേക്ക്, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ 14 മിനിറ്റ് ലേറ്റായിട്ടായിരുന്നു വന്നത്. ഇവിടെ വന്ദേ ഭാരത് സ്റ്റോപ്പ് ഹിയർ ബോർഡൊക്കെ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അത് പണ്ട് 16 കോച്ചായിരുന്ന കാലത്ത് വെച്ച ബോർഡാണെന്ന് തോന്നുന്നു. കാര്യം പണ്ടും ഇങ്ങേ അറ്റം വരെ വന്ന് നിന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴും ഇങ്ങേ അറ്റത്ത് വന്ന് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മളിവിടെ വരെ കൊണ്ടുവന്ന നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്. എന്താ പറയുക, അടിപൊളി യാത്രയായിരുന്നു. 20634 തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ പതുക്കെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ റേക്കിന് ഇവിടുന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് 2:30 തിരിച്ചു പോകുമ്പോൾ ഈ റേക്കിൽ നമ്മളും പോകും തിരിച്ച്. അത് വേറെ വീഡിയോയിൽ വരാം. അപ്പോൾ ഈ ഫുൾ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ 10.4K വരെ എത്തിയത്. ഇനിയും നമുക്കത് കൂട്ടണം. പിന്നെ അതുപോലെ സൂപ്പർ താങ്ക്സ്, മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴിയും നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്കിന്ന് അടുത്ത അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you very soon in the next video. Until then, bye bye.